വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശശി തരൂരാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിഭവമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. തരൂരിൻ്റെ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ. ഈ പോഡ്കാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആ പോഡ്കാസ്റ്റിൻ്റെ പൂർണ്ണ രൂപത്തിലുണ്ട്. തരൂർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ എന്നെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസിലുണ്ട്, ഒരു വിഭാഗം എന്നും കോൺഗ്രസിലുണ്ട്. അത് ഞാൻ ഗൗനിക്കാറേ ഇല്ല. കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ താല്പര്യമുണ്ട്. ഇക്കാര്യം പലരും ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകർ കുറവാണ്. തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. എതിർ രാഷ്ട്രീയത്തിൽ ഉള്ളവരായാലും നല്ലത് ചെയ്താൽ പിന്തുണയ്ക്കണം. വളരെ പ്രധാനപ്പെട്ട തൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എതിർ രാഷ്ട്രീയത്തിൽ ഉള്ളവരായാലും നല്ലത് ചെയ്താൽ അതിനെ പിന്തുണയ്ക്കണം, അതാണ് എൻ്റെ വിശ്വാസമെന്ന് പറയുന്നു. ജനങ്ങൾ എന്നെ എതിർക്കാറില്ല, പാർട്ടിക്കകത്ത് നിന്നാണ് തനിക്കെതിരെയുള്ള എതിർപ്പെന്ന് പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വീണ്ടും കുത്തുകയാണ് ശശി തരൂർ. പാർട്ടിക്കകത്ത് നിന്നാണ് തനിക്ക് നേരെയുള്ള എതിർപ്പുകൾ. തൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കാറില്ല. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് കോൺഗ്രസിനുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നോമിനേഷൻ പിൻവലിക്കാത്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നു. BJP തൻ്റെ ഓപ്ഷനേ അല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ശശി തരൂർ. ദില്ലിയിൽ നിന്ന് സ്വാതി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാതി, ഇതാ തരൂരിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ തനിക്ക് നേരിടേണ്ടി വരുന്നത് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. ഈ പലരും തന്നെ എതിർക്കുന്നു. ബൂത്തിലിരിക്കാൻ പോലും കോൺഗ്രസിന് പലയിടത്തും ആളുകളില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ള കുത്താണ് വലിയ തോതിൽ ആ പോഡ്കാസ്റ്റിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പറഞ്ഞു വെക്കുന്നു BJP എൻ്റെ ഓപ്ഷനേ അല്ല എന്നും തരൂർ പറഞ്ഞു വെക്കുന്നു. മനു, എന്തായാലും കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ശശി തരൂർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമ്പോൾ കോൺഗ്രസിനെ അടിമുടി കോൺഗ്രസിന്റെ സംഘടനാ നേതൃത്വത്തെ അടക്കം വലിയ തരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, താൻ എന്ത് അഭിപ്രായം പറഞ്ഞാലും തന്നെ എതിർക്കാനും തന്നെ കുറ്റം പറയാനുമായി നിരവധി പേർ തൻ്റെ സംഘടനയിലുണ്ട്, തൻ്റെ പാർട്ടിയിലുണ്ട്. അത് എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു. താൻ വന്നപ്പോൾ കോലം കത്തിച്ച ആളുകളൊക്കെ തന്നെയും ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബൂത്തുകളിൽ ആളുകളില്ല. കോൺഗ്രസിൻ്റെ സാധാരണക്കാരായുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം കോൺഗ്രസിന് വരും കാലത്ത് വിജയിച്ച് കയറാൻ കഴിയില്ല. ഇനി വരുന്ന കാലത്ത് മറ്റുള്ളവരുടെ കൂടി പിന്തുണ, തനിക്ക് മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ ഒക്കെ പിന്തുണയുണ്ട്. കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ മാത്രം വോട്ടുകൾ കൊണ്ടല്ല താൻ ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി കോൺഗ്രസിന്റെ മാത്രം വോട്ട് കൊണ്ട് ജയിച്ചു കയറാം എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ള വലിയ വിമർശനം ഉയർത്തുന്നു. അത്തരത്തിൽ പാർട്ടിയെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് പാർട്ടിയിലെ ഐക്യത്തെപ്പറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനയിൽ നേരിടുന്ന ഐക്യത്തെപ്പറ്റി രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പോഡ്കാസ്റ്റിൽ ഉടനീളം അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്, ഈ തരൂരിൻ്റെ വിവാദം വന്നതിന് പിന്നാലെ ഇദ്ദേഹം പാർട്ടി വിടുമോ, കോൺഗ്രസ് വിടുമോ എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഉയർന്നു വന്നത്. എന്നാൽ വിടുമെങ്കിൽ പിന്നീട് ഏത് പാർട്ടിയിലായിരിക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അദ്ദേഹത്തിന് ഓപ്ഷനായിട്ടുള്ളത് എന്നുള്ളതും വലിയ ചർച്ചയായിട്ടുണ്ട് ഇതിനോടകം തന്നെ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം BJP കേന്ദ്രമന്ത്രിയുമായി ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും BJPയിലേക്കാണോ ഇദ്ദേഹം പോകുന്നത് എന്നുള്ള തരത്തിൽ വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിലും അല്ലെങ്കിൽ BJPയിലേക്കാണോ താനിനി പോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവതാരക ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി മറുപടി പറയുന്നു, തൻ്റെ ഓപ്ഷനേ അല്ല BJPയുടെ പ്രത്യയശാസ്ത്രവുമായി തനിക്ക് യോജിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ അഭിപ്രായം അദ്ദേഹം ആ പോഡ്കാസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല പാർട്ടിക്കകത്തു നിന്നാണ് എപ്പോഴും താൻ എതിർപ്പ് നേരിട്ടിട്ടുള്ളത് പലർക്കും. എന്നാൽ മറ്റുള്ള ജനങ്ങൾ പാർട്ടിക്ക് അതീതമായാണ് തന്നെ സ്നേഹിക്കുന്നത് എന്നും പാർട്ടിക്കുള്ളിൽ തന്നെയാണ് തന്നെ എതിർക്കാനായി ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടക്കം മുതലുണ്ട്, അതിപ്പോഴും നേരിടുന്നു എന്നും ശശി തരൂർ പറയുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതി, അദ്ദേഹം പറയുന്ന പോഡ്കാസ്റ്റിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് നല്ലത് ആര് ചെയ്താലും അതിനെ അഭിനന്ദിക്കും, അതെൻ്റെ നിലപാടാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ വിമർശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സർക്കാർ അനുകൂല നിലപാടിൽ, കേരളത്തിൻ്റെ വ്യവസായിക മുന്നേറ്റത്തെ അനുകൂലിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവുമില്ല എന്നൊരിക്കൽ കൂടി കേരളത്തിലെ നേതൃത്വത്തോട് പറയുകയാണ് ശശി തരൂർ.
മനു ശരി തന്നെയാണ്. ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശശി തരൂരിന്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അഭിമുഖത്തിന് ലേഖനത്തിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ പലപ്പോഴും പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു പറയുക തന്നെയായിരുന്നു. താൻ പറഞ്ഞത് ശരിയാണ്. താൻ പല ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. എല്ലാ കാലത്തും താൻ പറയുന്നത് ചിലർ തെറ്റു ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കും, നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും. അതേത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും താൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അക്കാര്യം തന്നെയാണ് ഈ പോഡ്കാസ്റ്റിലും വീണ്ടും എടുത്തു പറയുന്നത്. എന്ത് ശരികൾ കണ്ടാൽ താൻ ശരിയാണെന്ന് പറയും, അല്ലാതെ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു നിലപാടല്ല തനിക്കുള്ളത്. എപ്പോഴും താൻ കേരളത്തിനും അതോടൊപ്പം രാജ്യത്തിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തിയിട്ടുള്ളത്. അത് ഇനിയും തുടരുമെന്നുള്ളതും ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് തനിക്ക് താല്പര്യം എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ വരിയും എന്നുള്ളത് നമുക്ക് തീർച്ചയായും ഉറപ്പു പറയാൻ പറ്റും. കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകരുടെ കുറവുണ്ട്, തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ ആളില്ലാത്ത അവസ്ഥ. അത്തരത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തന്നെയാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ലേഖനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദമായിട്ടുള്ള ലേഖനം കേരളത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞു, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു മുന്നേറ്റം വികസനത്തെ അദ്ദേഹം നല്ലതെന്ന് പറഞ്ഞതാണ് കോൺഗ്രസിനിടയിൽ ഇപ്പോൾ വലിയ പ്രതിരോധം, അല്ലെങ്കിൽ കോൺഗ്രസിനിടയിൽ വലിയ ശശി തരൂരിനെതിരെ വലിയൊരു സംഘടനമടക്കം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒക്കെ പറയുമ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ പറഞ്ഞത് ശരിയാണ് എന്ന നിലപാട് വീണ്ടും ഈ പോഡ്കാസ്റ്റിലെ അഭിമുഖത്തിലും എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചു പോവുകയാണ്. 49 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. നേരത്തെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം 4 മിനിറ്റ് നീളുന്ന ഭാഗം മാത്രമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അതിൽ ഇപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ഒരു ധാരണ ജനങ്ങൾക്കടക്കം നൽകുന്ന തരത്തിൽ താൻ എന്താണ് പറഞ്ഞത്, ആ കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവോ എന്നുള്ളതിൽ ഒരു വ്യക്തത കൂടിയാണ് ഈ അഭിമുഖം പൂർണ്ണ രൂപം പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പാർട്ടിക്കുള്ളിലാണ് തനിക്കെതിരെ ഏറ്റവും വലിയ എതിർപ്പെന്ന് തുറന്നടിക്കുകയാണ് ശശി തരൂർ. തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും ശ്രമിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുമാത്രമല്ല, സർക്കാർ അനുകൂല നിലപാടിൽ അതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുന്നു. കേരളത്തിന്റെ വ്യവസായ മുന്നേറ്റത്തിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളിൽ തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും പറഞ്ഞു വെക്കുമ്പോൾ അതെല്ലാം ചെന്നുകൊള്ളുന്നത് വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ കൂടുതൽ ആകാംക്ഷയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അതോ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷ നേതാവ് ചെയ്തതുപോലെ നോ കമന്റ്സ് എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയുള്ളൂ എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയുണ്ട്. ഏതായാലും ഇന്ന് മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടുമൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിക്കും. അപ്പോൾ നമുക്കറിയാൻ കഴിയും എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന്. ഏതായാലും കാത്തിരിക്കാം. തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്ന് നൽകിയത്.